CMRL കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ ചോദ്യമുന കൂർപ്പിക്കുകയാണ് ഇഡി. കേസിലെ ഇഡി നടപടികളുടെ കാര്യത്തിൽ പക്ഷേ LDF-ൽ രണ്ടഭിപ്രായം ഉടലെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. രാഷ്ട്രീയ പ്രേരിതം എന്ന് CPIM നിലപാടെടുത്തപ്പോൾ ഇടത് രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ഇതൊന്നും ഞങ്ങളുടെ കാര്യമല്ലല്ലോ, ഇതിലൊന്നും CPI കക്ഷിയേ അല്ല. ഇത്തരം ഒരു കൊടുക്കലും വാങ്ങലും ഒരു പങ്കും CPIക്ക് ഇല്ല, ഉണ്ടാവുകയുമില്ല. ഇടതുപക്ഷ രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ, ഒരു ബന്ധമില്ല. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് CPM പറയുന്നുണ്ട്. അങ്ങനെ നിലപാട് CPIക്ക് ഉണ്ടോ? രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ. തെറ്റ് ചെയ്തിട്ടില്ലെന്നും പച്ചക്കള്ളമായ ആരോപണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നായിരുന്നു മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. സമാന അന്തരീക്ഷമാണ് കോൺഗ്രസിലും ഇഡി അന്വേഷണത്തിൽ പാർട്ടിയുടെ ദേശീയതലത്തിലെ നിലപാടാണെന്നും അന്വേഷണത്തോട് യോജിപ്പില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. എന്നാൽ രാഷ്ട്രീയ വേട്ടയായി വ്യാഖ്യാനിക്കേണ്ട എന്നായിരുന്നു മന്ത്രിയും KPCC പ്രസിഡന്റുമായ സണ്ണി ജോസഫിന്റെ പ്രതികരണം. വിവരങ്ങളുമായി അർജുൻ രാജാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അർജുൻ, കളത്തിൽ ഈടിയാകുമ്പോൾ വ്യക്തികൾക്കെതിരായ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാകുന്നതാണ് പതിവ് കാഴ്ചകൾ. പക്ഷേ വീണ ടിയും മുഹമ്മദ് റിയാസും ചോദ്യമുനയിലേക്ക് എത്തുമ്പോൾ സ്വന്തം മുന്നണിയിൽ നിന്ന് വന്ന പ്രധാന പ്രതികരണം അത് ബിസിനസ് അല്ല, രാഷ്ട്രീയം എന്നാണ്. CMRലെ ED അന്വേഷണത്തിൽ ഇടതു വലതു മുന്നണികളിലെ ഈ നിലപാടിൽ നിന്ന് നമ്മൾ എന്തു മനസ്സിലാക്കണം? ശ്യാമിലി, CPIയുടെ നിലപാട് ഒരർത്ഥത്തിൽ CPM-നെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതാണ്. കാരണം വീണയ്ക്കെതിരായി ആദ്യഘട്ടത്തിൽ അന്വേഷണം ഉണ്ടാകുമ്പോൾ അത് നടക്കട്ടെ എന്ന നിലപാടാണ് CPM സ്വീകരിച്ചിരുന്നതെങ്കിൽ ഇപ്പോഴതല്ല സ്ഥിതി. അത് CPM-ന്റെ നേതാക്കളിലേക്ക്, പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസ്, പിണറായി വിജയൻ, അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് തിരിയുന്നു ED എന്നുള്ളതാണ് ഇന്നത്തെ സവിശേഷത. അതുകൊണ്ടുകൂടിയാണ് ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലാണ് എന്നുള്ള പ്രതിരോധം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിൽ ഇടതുപക്ഷത്ത് നിന്ന് പൊതുവെ പിന്തുണ ലഭിക്കും എന്നുള്ളതാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഇടതുപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള CPI പോലും CPM-ന്റെ നിലപാടിന് ഒപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്നുള്ളതാണ് ഇക്കാര്യത്തിലുള്ള CPIയുടെ നിലപാട് എന്നുള്ളതാണ് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് വ്യക്തമാക്കിയത്. CPM ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത്, ആ നിലപാട് CPIക്ക് ഇല്ലേ എന്നുള്ള ചോദ്യത്തിനാണ് അദ്ദേഹം രാഷ്ട്രീയം വേറെ, ബിസിനസ് വേറെ എന്നുള്ള നിലയ്ക്ക് പ്രതികരിച്ചത്. അതായത് വീണയ്ക്കെതിരായിട്ടുള്ള കേസുണ്ടാകുന്നു, അതിനുശേഷം തുടർ നടപടികൾ ED സ്വീകരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM-ന്റെ നേതാക്കൾ തന്നെ ഇക്കാര്യത്തിൽ ആരോപണ വിധേയരാകുകയും അവരെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള തോന്നലും ഇടപെടലുകളും EDയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. അത് പൊതുവേ ഉള്ള അന്തരീക്ഷമാണ്. ആ ഘട്ടത്തിൽ പോലും അതിനോട് CPM തീർക്കുന്ന പ്രതിരോധത്തിനോട് കൂടെ നിൽക്കാൻ CPI തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതൊരു വ്യക്തിപരമായിട്ടുള്ള കേസാണ്, അത് ബിസിനസ് പരമായിട്ടുള്ള കേസാണ്. ആ കൂട്ടത്തിൽ പങ്കാളികളാകാൻ ഞങ്ങൾ നിൽക്കുന്നില്ല എന്നുള്ളത് CPI നിലപാട് സ്വീകരിക്കുകയാണ്. സ്വാഭാവികമായും വലിയ രീതിയിൽ പ്രതിരോധത്തിലാണ് നിലവിൽ തന്നെ CPM. അതിനോട് ഒപ്പം തന്നെ ഘടകകക്ഷികളായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ CPI പോലും തങ്ങളുടെ നിലപാടിനൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ CPM ഇനി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. അതേസമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധത്തിനോ ഈ രീതിയിലുള്ള പ്രതിരോധം കൂട്ടായോ ഉണ്ടാകും എന്ന് ഇടതുമുന്നണിയിൽ ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കാനും കഴിയാത്തൊരു നിലയിലേക്ക് ഈ രാഷ്ട്രീയ സാഹചര്യം മാറുന്നുണ്ട്. ശ്യാമിനി.